ഫോൺ നിലത്തേക്ക് വീണതും കാലുകൊണ്ട് ഒറ്റ തട്ട്. നിലത്തേക്ക് ഉഗ്ഗാനിക്കാൻ വേണ്ടി തട്ടിയതാണ്. മുത്തൂസേ എന്താ പരിപാടി? നോക്കി എന്റെ കൈ കണ്ടോടെ. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് മാറിയപ്പോൾ അതിന്റെ ക്രെഡിറ്റ് ഫുള്ള് എടുക്കാൻ നോക്കണേ. ഫുള്ള് മുറിച്ച് അതിന്റെ കോണി ചെത്തി ഒക്കെ റെഡി ആക്കിട്ട് വെച്ചെടുത്തേക്കാണ്. അതിന്റെ മേലത്തെ സാധനം എന്താ പറയാ ചവണിയാണ് അതിന്റെ ചെറുത്. ഒന്നും അറിയില്ല, ഒക്കെ പഠിപ്പിച്ചെടുക്കാൻ മുത്തച്ഛന്. ചവണി അത്, കുരു അതിന്റെ ഉള്ളിലുള്ളത്, വളഞ്ഞ അതിന്റെ മേലൊക്കെ ഉള്ള വെള്ള കളറ്. ഇനി എന്താ വേണ്ട? അപ്പൊ എനിക്ക് മനസ്സിലായില്ല മുത്തൂസിന്റെ മടലിന്റെ ഏറ്റവും അടിയിലുള്ള ഒക്കെ പഠിച്ചില്ലേ? ഇങ്ങനത്തെ മുത്തൂസാണ് ഓളാണ് ഫുള്ള് ഇപ്പൊ പണിയെടുക്കുന്ന പറഞ്ഞത്. അങ്ങനെ ചക്ക അരിയണം ഗൈസ്. വൃത്തിയാക്കി കഴുകില്ലേ? കഴുകി ഇനി അരിയണം. ഇനി അരിഞ്ഞിട്ട് വേണം പൊരിക്കാൻ. സൗണ്ട് പോയിക്കാം. ഉച്ച മുതലൊന്നല്ല, 3:30 എന്നിട്ട് സൗണ്ട് തീരില്ല. ചെറുതായിട്ട് കഫക്കെട്ടും ഉണ്ടാകാണ്. മധുരില്ല. പച്ചച്ചക്കല്ലേ വേണ്ടത് പൊരിക്കുമ്പോ. സാധാരണ ഫ്രണ്ടിലുണ്ടായിരുന്നൊരു പ്ലാവ്, അതിന്റെ ചക്ക കൊണ്ടാണ് സാധാരണ നമ്മൾ എന്തെയ്ത് ചക്ക പൊരിക്കല്. പിന്നെ അയൽവാസി തന്നതാണ്. നമ്മളെ മുന്നത്തെ പ്ലാവ് ചക്കും കൂടി ഉണ്ട്. വേനൽക്കാലത്തായതുകൊണ്ട് തന്നെ ഒക്കെ വീട് പോയിക്കാം. പിന്നെ അതല്ല നമ്മളവിടുത്തെ പ്ലാവ് ഫുള്ള് വെട്ടി. ഇപ്പൊ ഇവിടെ ഒരു പ്ലാവുണ്ട്, അപ്പുറത്തൊരു പ്ലാവുണ്ട്. ചക്ക ഉണ്ട്, പക്ഷെ ചക്ക എന്താ വെച്ചാല് പ്രാവശ്യം വേനലിന്റെ ചൂടുകൊണ്ട് ഫുള്ളങ്ങോട്ട് ചാടിപ്പോയി. പിന്നെ ഉള്ളത് വെച്ചിട്ട് പിന്നെ നമ്മളോട് ചക്ക ഇല്ലാന്നുള്ളൂ. പക്ഷെ അപ്പുറത്തപ്പുറത്തൊക്കെ വലിയ ഇഷ്ടം പോലെ ചക്ക ഉണ്ട്. എപ്പോ ആണെന്നുണ്ടെങ്കിൽ പോയാല് ചക്ക ഇടാം. അതുപോലെ ഇങ്ങനെ നൈസായിട്ട് അരിയണം അല്ലേ? മുത്തൂസിന് അരിയില്ലേ? അതുകൊണ്ടപ്പോ ഞാനിടാം. അല്ലല്ല, ഞാൻ എത്ര നേരം അരിഞ്ഞീനെ. പിന്നെ ഞാൻ വീട്ടിൽ തിരക്ക് അരിഞ്ഞോന്ന് പറഞ്ഞതായിരുന്നു. അല്ലേ? മുത്തൂസ് അരിയണില്ല നിങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ മുത്തൂസ് ഇതാ അരിയാൻ തുടങ്ങി. മുത്തൂസായിട്ട് എത്ര നേരം അരിഞ്ഞത്. അപ്പൊ ഞാൻ വന്നേക്കിന് മുത്തൂസ് വീഡിയോ എടുത്തരാൻ വേണ്ടിട്ട് മാറുന്നാണ് എന്ന് മുത്തൂസ് പറയാൻ പറഞ്ഞു. അല്ലേ? അങ്ങനല്ലേ? അങ്ങനെ ഗൈസ്, ചക്കമുറി ഇതാ ഏകദേശം തീരുമാനമായി. ഇനി ഇത്രയും കൂടി മുറിക്കാനുള്ളത്. ബാക്കിയൊക്കെ മുത്തൂസന്നെ മുറിച്ചതുകൊണ്ട് ഇനി ബാക്കിയും കൂടി മുത്തൂസന്നെ മുറിച്ചോട്ടെ. ഓക്കെ, എന്താ മുത്തൂസ് അങ്ങനെ ചെറുതാക്കി അങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട്. ഇതാണ് അത് ഫുള്ള് ഇതാക്കാണ്ട് എങ്ങനെ ഉപ്പ് തിരുമ്മ. ഉപ്പാക്കിയാലല്ലേ പൊരിക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളാക്കിക്കോ. ഞാനിങ്ങനെ ഒരു പണിയെടുക്കാണ്ട് ഇവിടെ നിൽക്കില്ല. കണ്ടിട്ട് മുത്തൂസിന് സഹിക്കണില്ല. സഹിക്കാത്തോണ്ട് തന്നെ മറ്റേ പൊരിച്ചാണെന്നുണ്ടെങ്കിൽ ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ ഞാനിവിടെ എടുക്കുമല്ലോ. വേഗം തിന്നാൻ ഞാൻ പറഞ്ഞിട്ടേ ഇവിടെ എന്താ ഉറങ്ങണ്ട നമുക്ക് പൊരിച്ചാന്ന് പറഞ്ഞേക്കിനെ വേഗം പോയി കടന്നുറങ്ങിക്ക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പൊരിച്ചല്ലേ ഓരോ ഉറക്കത്തിൽ ഇങ്ങനെ എണീക്കുമല്ലോ. എണീക്കുമ്പോ ചോദിക്കാം നമുക്ക് പൊരിച്ചണ്ടക്ക, അന്ന വായ പൊരിക്ക. എന്നിട്ട് പിന്നെ ഉറങ്ങും. പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോ വീണ്ടും ചോദിക്കും നമ്മള് പൊരിക്കല്ലേ, പൊരിക്ക. എന്നിട്ട് വീണ്ടും ഉറങ്ങും. അങ്ങനെ ഉറങ്ങി ഇപ്പൊ എണീറ്റിക്കണേ. അതെ, എന്തൊക്കെയാണ് മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രം ആണെങ്കിൽ അപ്പസോഡ ഇടാം. സോഡ ഇടണ്ട, അത് ആരും ഇടൂല പറഞ്ഞു. പിന്നെ അന്ന് ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞില്ലല്ലോ. തിന്നാനൊന്നും ഇല്ല ഇവിടെ കേട്ടാ.
ചപ്പാത്തി ഇല്ല. അതിനെല്ലാം ഇത് ഉണ്ടാക്കണം നമ്മള്. ഒരിഞ്ഞ് കൊറേ കാലം നിക്കണമെന്നുണ്ടെങ്കിൽ അപ്പസോഡ ഇടരുതല്ലോ. ഒന്നുമില്ല തിന്നാൻ ഇവിടെ കേട്ടാ. ഇത് കൊറേ കാലത്തേക്കൊന്നും ഉണ്ടാവില്ല, എന്തെങ്കിലും തീരും. ഓളെ പറിച്ചിലായിട്ട് വിചാരിച്ചൊരു മാസത്തിനടുത്തൊക്കെ ഉള്ളതാണ്. എന്നാലും ഞാനൊരു വെറുതെ ഇതിൽ പറഞ്ഞതാ. ഇത് തിന്നായിരുന്നാ പിന്നെ ഇത് എങ്ങടെ പോണെന്നെ അറിയില്ലല്ലക്ക അല്ലേ? മുത്തൂസന്നെ ഉണ്ട് തിന്നും ചെയ്യാം. ഒക്കെ തിന്നില്ല. എന്ത് തള്ളാറ് എന്നാലും വേണ്ടില്ല, ഞാൻ തന്നെ തിന്നും കഴിച്ചു. ഞങ്ങൾക്കൊക്കെ കൊടുക്കുന്നില്ല ഒക്കെ പറഞ്ഞില്ല, അത് ഞങ്ങൾക്ക് തരൂല. വിശക്കുണ്ടെന്ന് എന്താ വേണ്ടേ? വല്ല ബേക്കറി തിന്നാൻ വേണ്ടിട്ടാണ്. ഓനാണെന്നുണ്ടെങ്കിൽ ഓനക്ക് കുറച്ച് ദിവസം വയറുവേദന ആയിട്ട് മറ്റേ വയറിൽ ഇൻഫെക്ഷൻ ഉണ്ട് പറഞ്ഞിട്ട് ഓനോട് ബേക്കറി ഒന്നും കഴിക്കരുത് പറഞ്ഞോണ്ട് ബേക്കറി കൊടുക്കലില്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് വിശക്കാന്ന് പറയണത് ബേക്കറിക്ക് വേണ്ടിട്ട്. ചോറിനല്ല, ചോറ് ഉച്ചക്ക് തിന്നതാണ്. ഏതെങ്കിലും ചപ്പാത്തി കൊടുത്ത ചപ്പാത്തി ഉണ്ടോ? ആ ചപ്പാത്തി ഉണ്ട്. ഇത്ര ഇന്നലെ കൊണ്ടുവന്ന പോലെ കഴിഞ്ഞോ? ഇന്നലെ ആരല്ല കൊണ്ടുവന്ന്? ചപ്പാത്തി ആയിരിക്കണം. ഞാൻ അടുത്ത എന്താ കാട്ടണേ? കഴിഞ്ഞോ? അങ്ങനെ കോരി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? തീർത്തിട്ടുണ്ട്. മറ്റേ കോരിന് സാധനം എവിടെ? കോരിനന്ന് മേടിച്ചിരുന്നില്ലേ? പിന്നെ എണ്ണ ചൂടായോന്ന് എങ്ങനെ നോക്കുക മുത്തൂസേ? ഇക്കന്റെ വിരലിട്ടിട്ട് നോക്കാം. ഇങ്ങോട്ട് പോയാ ഞാൻ കാണിച്ചുതരാം. ഇക്കന്റെ വിരലിട്ട് നോക്കാനല്ല ഉദ്ദേശിച്ചത്. അല്ല ഇങ്ങോട്ട് പോയാ ഞാൻ കാണിച്ചുതരാം. എണ്ണ ചൂടായോ നോക്ക എങ്ങനെയാന്നേ മുത്തൂസിന് എപ്പോഴും അറിയില്ല. ചട്ടി ചൂടായോ നോക്കുക, കുറച്ച് തുള്ളി വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ വെള്ളം ചൂടായോ എന്ന് അറിയാന്നറിയില്ല. എന്നിട്ട് ഈ ചൂടായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ മൊത്തം ഇങ്ങനെ കണ്ടുകിടാ. അങ്ങനെയാണ് വെള്ളം ചൂടായ നോക്കുക. പക്ഷെ അത് കണ്ടിട്ട് എണ്ണയ്ക്ക് ഒഴിച്ചാണ്ടല്ലോ അത് പൊട്ടിത്തെറിച്ചാൻ തുടങ്ങും. കൈമ തൊടാത്ത എന്താ വെച്ചാല് ഇതിൽ മഞ്ഞപ്പൊടി ഇട്ടിരിക്കണം. കാക്കുന്ന സൗണ്ട് ആയിട്ടില്ലല്ലോ. എണ്ണ മേത്തേക്ക് പൊട്ടിത്തെറിക്കാന്നാവും. എണ്ണ മേത്തേക്ക് പൊട്ടിത്തെറിക്കാന്നാവാന്നറിയാം. പിന്നെ ഇന്നലെ ഇപ്പം ഉണ്ടായത് എന്താ അറിയോ? മുത്തൂസ് ഫോണ് ഞാൻ കടന്നുറങ്ങിയോടുത്ത് ജസ്റ്റ് ഇങ്ങനെ എണീക്കണുള്ളതിന്. എണീച്ചേക്ക് ഞാൻ ഫോണൊക്കെ നോക്കി എടുത്ത് മെസ്സേജൊക്കെ എടുത്ത് നോക്കി ഞാൻ മേലെ വെച്ച്. എന്നിട്ട് മുത്തൂസ് എടുത്ത് ഫോൺ എടുത്ത് കളിച്ചു. എന്നിട്ട് എന്നോട് പെട്ടെന്ന് പറയണേ ഫോൺ സ്വിച്ച് ഓഫ് ആയിന്ന്. അപ്പോൾ സ്വിച്ച് ഓഫ് ആയി. ഫുൾ ചാർജ് ഉള്ള ഫോൺ എങ്ങനെ സ്വിച്ച് ഓഫ് ആവുക? കാരണം കുത്തിവെച്ചോടുന്ന് എടുത്തേണ്. കാരണം സ്വിച്ച് ഓഫ് ഉണ്ടായി. അപ്പൊ ഞാൻ ഫോൺ എടുത്ത് നോക്കി വെക്കുന്നുണ്ട്. ഫുൾ ചാർജ് ഉള്ള ഫോണ് 1% വന്നിക്കാൻ നോക്കി വെക്കിന് ബാറ്ററി ഇൻകറപ്റ്റഡ് കാണിച്ചു. എന്നിട്ട് 1,250 റുപ്യ കൊടുത്ത് ബാറ്ററി കണക്ഷൻ വിട്ടതായിരുന്നു. കണക്ഷനൊക്കെ കൊടുത്ത് കൊണ്ടുവന്നു. എന്നിട്ട് സ്വിച്ച് ഓഫ് ആയി എന്ന് പറഞ്ഞേക്കിന് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഫോണിൽ നോക്കിയേക്കിന് ബാറ്ററി ഇൻകറക്റ്റ് എന്ന് കാണിച്ചേക്കാൻ അവിടെ ചോദിച്ചേ. ഫോൺ കയ്യിൽ നിന്ന് വീണേച്ചേക്കിന് ജസ്റ്റ് ഒന്ന് വീണേക്കാൻ കാലുണ്ട തടുത്തതെന്ന്. അപ്പൊ എന്താണ് നിലത്തിക്കട വീണേക്കിന് കാലുണ്ട തട്ടും കൊടുത്തേക്കാണ്. ആണ് ഫോണിന്റെ നിലത്തേക്ക് വീണതും കാലുകൊണ്ട് ഒറ്റ തട്ട്. നിലത്തേക്ക് ഉഗ്ഗാരിക്കാൻ വേണ്ടി തട്ടിയതാണ്. ഞാൻ വിചാരിച്ചു എന്റെ 10,000-70,000 റുപ്യ പോയിന്ന്. അവസാനം 1,250 റുപ്യക്ക് റെഡി ആക്കി കിട്ടിയേ. ഇന്നും ചപ്പാത്തിയാ? ഇത് ഒരാൾ ചപ്പാത്തി കുട്ടി വന്നോക്കി. ഇനി ചപ്പാത്തിനെ ഒത്തുസൈറ്റ് എവിടെയാണ്? ചപ്പാത്തിന്റെ ആളാണ് അവന്. അതാണ് മുത്തൂസിന്റെ കഥ. അതാ ഇതിങ്ങനെ ഏകദേശം ആയി വരുന്നുണ്ട് കേട്ടോ.